നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അതിനുവേണ്ടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഈ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. വെജിറ്റബിൾ ഓയിൽ എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞങ്ങളുടെ ഇവിടെ ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ട് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 8 ഏലക്ക. നമ്മൾ 1 കിലോ അരിക്കുള്ള ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 8 ഏലക്ക, പിന്നെ ഒരു കറുവാപ്പട്ട 2-3 കഷ്ണം, 5 ഗ്രാമ്പു, ഒരു ബേ ലീഫ്. കുതിർത്തി വെച്ച് കഴുകി വാരിയ ബസ്മതി റൈസ് ആണ്. അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് നമുക്കൊന്ന് വെള്ളം ഇതാക്കി ഒന്ന് വരച്ച് ഇതാക്കിയെടുക്കാം. ആ ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം ഓയിൽ. അപ്പൊ ഈ ഓയിലില് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേ അരി നമ്മൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ അരി സെപ്പറേറ്റ് തിളപ്പിച്ചാണല്ലോ എടുക്കണം. അപ്പൊ അത് നല്ലോണം വിട്ട് നിൽക്കും, ഈ ഒട്ടി നിൽക്കൂല. ഫ്രൈഡ് റൈസിനുള്ള അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. ഇതൊരു 1/4 വേവില് നമ്മൾ എടുക്കണം, എടുത്ത് കോരി മാറ്റുന്നതാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് തിളച്ചുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു 3 സവാള അരിഞ്ഞു വെച്ചത് നമ്മൾ വറുത്തെടുക്കുകയാണ്. ബിരിയാണിക്കൊക്കെ ഇങ്ങനെ വറുക്കണ പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അതിൻ്റെ കൂടെയും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ ഈ അരിയിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ ഈ അരി നല്ലോണം വിട്ട് ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കട്ട കൂടിപ്പോവും. അതിനുവേണ്ടി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത്. നമ്മുടെ അപ്പൊ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള അരി ഏതാണ്ട് 1/4 വേവായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് കോരി ഒരു കൊട്ടയിലേക്ക് മാറ്റുവാണ്. അതിന്റെ വെള്ളം നല്ലോണം പോകണം. എന്നിട്ട് വേണം നമുക്ക് പച്ചക്കറിയൊക്കെ ഇതാക്കി എടുക്കാൻ, വയറ്റിയെടുക്കാൻ വേണ്ടി. പച്ചക്കറികളൊക്കെ വയറ്റിയെടുക്കണം. നമ്മുടെ റൈസൊക്കെ റെഡിയാക്കി കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അപ്പൊ അതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് ഒലിവ് ഓയിൽ ഒഴിച്ച് 2 സ്പൂണോ 3 സ്പൂണോ ഒലിവ് ഓയിൽ ഒഴിച്ച് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം. 1 കപ്പ് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഫ്രൈഡ് റൈസ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സാധനങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും ഒരു ക്യാരറ്റും 2 ബീൻസും ക്യാബേജും ഒക്കെ വീട്ടിലുള്ള പച്ചക്കറി ഉണ്ടെങ്കിൽ അതും ബസ്മതി റൈസും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് കോളിഫ്ലവർ, 1 കപ്പ് ക്യാബേജ് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കും. ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ ബീൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഗ്രീൻ പീസ് ഇട്ടു. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അരിഞ്ഞു വെച്ച സെല്ലറി സ്പ്രിംഗ് ഓണിയൻ ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും. ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം പച്ച ക്യാപ്സിക്കം ഉണ്ടായതുകൊണ്ട് ഇട്ട. നിങ്ങളുടെ ക്യാപ്സിക്കം ഒന്നും ഇല്ലെങ്കിൽ ഇട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ച് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എല്ലാ പച്ചക്കറി ഇരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റും ബീൻസും ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ക്യാബേജും അതാണല്ലോ നമ്മുടെ വീടുകളിൽ മിക്കവാറും ഉണ്ടാകുന്ന പച്ചക്കറി. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, അത് 3 മാത്രം മതി. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി മസ്റ്റായിട്ട് ഇതിൽ വേണം, എന്നാലേ ഉള്ളൂ പിന്നെ ഒരു എരിവ് ഇതൊക്കെ കിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിലവർക്ക് സോയാ സോസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അപ്പൊ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കഴിക്കാൻ നേരത്ത് സെപ്പറേറ്റ് ഇച്ചിരി വിനീഗറും സോയാ സോസും കൂടി പച്ചമുളകും കൂടി ഇട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചോറിലൊഴിച്ച് കഴിക്കാം. ഇതിലേക്ക് അതുകൊണ്ട് ആഡ് ചെയ്ത്, ഇവിടെ സോയാ സോസ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം, 1 കിലോ റൈസ് ഉള്ളത് കൊണ്ട്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചേർക്കുകയാണെങ്കിൽ അതാണ്ട് ഇപ്പൊ പച്ചക്കറിയൊക്കെ ഒന്ന് ഇതായി വന്നിട്ട് അതിലേക്ക് റൈസും ആഡ് ചെയ്ത് ലേശം അണ്ടിപ്പരിപ്പും ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയായി.
ഇതിലേക്ക് നമ്മൾ കുറച്ച് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അണ്ടിപ്പരിപ്പ്, കശുവണ്ടി, കിസ്മിസ്, പിന്നെ സവാള വറുത്ത കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുഴുങ്ങി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. കുത്തിപ്പൊരിച്ച് വെച്ച മുട്ട നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോ മുട്ടയും ചിക്കനും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ നോൺ വെജിറ്റേറിയൻകാർക്ക് നോൺ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ആദ്യം വെജിറ്റബിൾ ആഡ് ചെയ്തപ്പോ വെജിറ്റേറിയൻകാർക്കുള്ള ഫ്രൈഡ് റൈസ് ആയി. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതില ചിക്കൻ അണ്ടിപ്പരിപ്പെല്ലാം ഇത് ആഡ് ചെയ്ത് കൊടുത്ത് അവസാനം എനിക്ക് പണിയില്ല ഫ്രൈഡ് റൈസ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. ഛേദമില്ലാത്ത ഉപകാരമല്ലേ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.